സംസ്ഥാനത്തിനകത്ത് സർക്കാരിൻ്റെ ചികിത്സാ പിഴവിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സർക്കാർ നിരന്തരമായി ഇതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി പറയുന്നത് ഈ കപ്പൽ ഇങ്ങനെ നവകേരളത്തിൻ്റെ തീരത്തേക്ക് അടുക്കുകയാണെന്നും കപ്പൽ ആടി ഉലയുകയില്ല എന്നൊക്കെയാണ് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്, കപ്പൽ ആടി ഉലയുകയില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് അപ്പുറത്തേക്ക് ഇത്രയൊക്കെ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവരുടെ മനസ്സൊന്ന് ആടി ഉലയുന്നില്ല എന്നുള്ളതാണ് കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത ഈഗോയിസ്റ്റായ ആരോഗ്യമന്ത്രി മുന്നോട്ട് പോവുകയാണ്. അവരെ സംബന്ധിച്ച് ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിഷേധമുണ്ടാകുമ്പോൾ അതിനോടൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പറഞ്ഞത് കേരളത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അവരുടെ കൊടി പിടിച്ചതിനേക്കാൾ കൂടുതൽ കരിങ്കൊടിയാണ് പിടിച്ചത്. എൻ്റെ മുമ്പിലേക്ക് കരിങ്കൊടിയായി കടന്നു വരികയിൽ മാത്രമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാതിരിക്കാൻ സാധിക്കുക? കാരണം ഈ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി ഇവർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് എത്രയെത്ര സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ പുറത്തു വന്ന സംഭവം 2021 ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മറന്നുവെച്ച കത്രികയാണ് ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കണ്ടുകിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ മേന്മ എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൽ വലിയ പോരായ്മകളും തകർച്ചകളും ഉണ്ടായിട്ടുണ്ട്. അതൊരു സിസ്റ്റം തന്നെ നിരന്തരമായ അലംഭാവം കൊണ്ടുണ്ടാക്കിയെടുത്തുള്ള ഒരു പോരായ്മയാണെന്ന് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് സ്വകാര്യ ആശുപത്രികൾ പലതും വലുതും ചെറുതുമായ പലവിധങ്ങളായ സ്വകാര്യ ആശുപത്രികൾ ഇന്ന് 1-2 കുത്തക സംവിധാനങ്ങളുടെ കൈകളിലേക്ക് മാറി. നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഇന്നലകളിൽ പേരുകേട്ട ആശുപത്രികളായിരുന്ന പലതും ഇന്ന് ചില കുത്തക സംവിധാനങ്ങളുടെ കൈകളിലേക്ക് മാറി. ഈ കുത്തക സംവിധാനങ്ങളിലേക്ക് ഈ ആശുപത്രികൾ മാറുന്നതിൻ്റെ പുറകെ തന്നെ സംസ്ഥാനത്തിനകത്ത് പൊതു ആരോഗ്യ മേഖല ശൃംഖല അത് തകർച്ചയിലാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തുണ്ടാകുന്നു. ആശുപത്രികളിൽ പോകുന്ന രോഗികൾക്ക് ഇന്ന് കൃത്യമായി മരുന്നില്ല. ഇവിടെ ആശുപത്രികളിൽ കൃത്യമായ സ്റ്റാഫ് പാറ്റേൺ ഇല്ല. എല്ലാ സമയങ്ങളിലും ചികിത്സ ലഭ്യമാകുന്ന സാഹചര്യമില്ല. ഒരു രോഗി ആശുപത്രിയിലേക്ക് കടന്നുപോയി ശ്വാസം കിട്ടാതെ പിടയുന്ന CCTV ദൃശ്യങ്ങൾ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എത്ര ഹൃദയഭേദകമായിട്ടാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രിക്ക് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി എന്തെങ്കിലും ഒരു മറുപടി പറയാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ്. വിനോദിനി എന്ന് പറയുന്ന പാലക്കാട് കൈമുറിച്ച് മാറ്റേണ്ടി വന്ന പെൺകുട്ടിക്ക് കൃത്രിമ കൈ കൊടുത്തത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അല്ലാണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ ചികിത്സാ പിഴവിൻ്റെ ഭാഗമായതുകൊണ്ട് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് അവിടെ ഒരു സംവിധാനം ഒരുക്കാൻ ഈ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല. ആ വിനോദിനിയുടെ വലതുകരം മുറിച്ചു മാറ്റപ്പെട്ട വലതുകരത്തിന്റെ ഭാഗത്ത് ആ വെപ്പുകൈ കാണുമ്പോൾ, ആ കൊച്ചുകുട്ടിയുടെ വെപ്പുകൈ കാണുമെങ്കിലും ഇവരുടെ വലതുകരം ഒന്ന് വിറയ്ക്കുന്ന മനസാക്ഷിയെങ്കിലും ഈ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിക്ക് ഉണ്ടാകണ്ടേ? ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ സംസ്ഥാനത്തിനകത്തെ ആരോഗ്യ വകുപ്പിനെ തകർത്തതാണ്. കേരളത്തിലെ മാധ്യമങ്ങളോട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഏത് വിധേനയും ഈ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിയെ മാധ്യമ ലോകത്തേക്ക് തിരിച്ചു വിളിക്കണം. അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനകത്ത് ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ പോലും ഈ സംസ്ഥാനത്തെ നിരാലംബരും നിരാശ്രയരും പാവപ്പെട്ടവരുമായ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലെ ഈ പോരായ്മകൾ കൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അത്യന്തം അപകടകരമായ രീതിയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിനെ തള്ളിയിട്ട ഈ മന്ത്രിക്കും ഈ സർക്കാരിനുമെതിരായ ശക്തമായ സമരങ്ങൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം ആലപ്പുഴയിൽ നടന്നു. അതോടൊപ്പം തന്നെ ഇന്നും നാളെയുമായി ജില്ലാ കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങളുണ്ടാകും. ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഞാൻ കണ്ടതിൽ യൂത്ത് കോൺഗ്രസുകാർ അവരുടെ കൊടി പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ കരിങ്കൊടി പിടിക്കുന്നതാണ് കണ്ടതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി പറഞ്ഞത്. വരും ദിവസങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി രാജിവെച്ച് പുറത്തു പോകുന്നില്ല എങ്കിൽ അവർക്കെതിരെ ശക്തമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് കടന്നു വരും. ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ ആ ആക്ഷേപങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.